പഴുത്ത് കറുത്തു തുടങ്ങിയ പഴം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ സേവ് ചെയ്തോളൂ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ എളുപ്പമാണ്. ഇത് 2-3 ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത കറുത്ത് തുടങ്ങിയ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് പൊതുവെ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്, പക്ഷേ ഇതുപോലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ അതാ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാനിവിടെ മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പഴവും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. 1/2 കപ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/4 കപ്പിൽ കുറച്ച് മുകളിലേക്കായിട്ടാണ് ശർക്കര ചേർത്തിരിക്കുന്നത്. ഏകദേശം 6 ടേബിൾ സ്പൂണോളം കാണും. നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ച് ഈ ഒരു മൈദയുടെ അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്ത് വരുമ്പോൾ പറ്റി പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും 1/2 കപ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 1.5 കപ്പ് മാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആവശ്യമായിട്ട് വരും. അത് നിങ്ങൾ ഉപയോഗിക്കണം പഴത്തിൻ്റെ അളവനുസരിച്ചിരിക്കും. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാത്ത ടൈപ്പ് കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വരുമ്പോൾ ആ ഒരു പാകത്തിലേക്ക് ആയി കിട്ടിക്കോളും. ഇപ്പോൾ നോക്കൂ, നന്നായിട്ട് തന്നെ ഞാനിവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. കയ്യിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല, എങ്കിൽ കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ്. ഇതിനി നല്ലപോലെ തന്നെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂർ നേരത്തേക്കാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ മതിയാകും. ഈ ഒരു കൂട്ട് നന്നായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല. ജസ്റ്റ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മാത്രം മതി. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് നീഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഉരുളകളാക്കിയിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. 2ആയിട്ട് ഭാഗിച്ചെടുത്തതിന് ശേഷം അതിലൊരു ഉരുള എടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പരത്താം. ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പറ്റി പിടിക്കൊന്നുമില്ല. പറ്റി പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുക്കുന്നത്. ഒരുപാട് നേർത്തിട്ടല്ല, ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഏത് ഷേപ്പിലാക്കിയെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ സ്ട്രൈപ്സ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ റെക്റ്റാങ്കിൾ ആക്കിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതൊരു സ്റ്റിക്കിൻ്റെ ഷേപ്പിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. കനം ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് വേണ്ടത്. ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ ഒരു പാത്രം ഒന്ന് മൈദ ഡസ്റ്റ് ചെയ്തതിന് ശേഷം വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് തിളച്ച എണ്ണയിലേക്കല്ല, ഇതുപോലെ മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ആവശ്യത്തിന് കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്ക് ചെയ്തെടുക്കേണ്ടതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അനക്കാതെ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് എണ്ണയുടെ മുകളിലേക്ക് ഇതുപോലെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, അത് നന്നായിട്ട് ലെയറുകൾ പോലെയൊക്കെ ആയി വരുന്നുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ പലഹാരം റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അത്ര മാത്രമേ പണിയുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾക്ക് 2-3 ദിവസത്തോളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല പഴുത്ത പഴം ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ബ്രെഡ് സ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പെർഫെക്റ്റ് ആണ്. പഴം ഇഷ്ടമില്ലാത്ത കുട്ടികളും കഴിച്ചോളും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.